നമസ്കാരം. ഖത്തറിന് തിരിച്ചടി, ഇന്ത്യ പുതിയ വഴി തേടി, നേട്ടം ഒമാനും അമേരിക്കയ്ക്കും. ലോക ഊർജ വിപണിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ. വർഷങ്ങളായി ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ദ്രവീകൃത പ്രകൃതിവാതകം അതായത് LNG വിതരണം ചെയ്തിരുന്ന ഖത്തർ ഇപ്പോൾ വലിയ വെല്ലുവിളി നേരിടുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ ഖത്തറിൽ നിന്നുള്ള LNG കയറ്റുമതിയെ അത് കാര്യമായി ബാധിച്ചു. ഇതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പുതിയ വിതരണക്കാരെ തേടാൻ നിർബന്ധിതരായി. ഈ സാഹചര്യത്തിൽ അമേരിക്കയും ഒമാനും നൈജീരിയയും കൂടുതൽ നേട്ടമുണ്ടാക്കിയതായാണ് വിവരം. ആദ്യം LNG എന്താണെന്ന് തന്നെ നോക്കാം. പ്രകൃതിവാതകത്തെ വളരെ കുറഞ്ഞ താപനിലയിൽ തണുപ്പിച്ച് ദ്രാവക രൂപത്തിലാക്കുന്നതാണ് LNG. ഇത് കപ്പലുകളിൽ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ കഴിയും. ഇന്ത്യയിലെ വൈദ്യുതി ഉൽപാദനം, വളനിർമ്മാണം, ഫാക്ടറികൾ, നഗരങ്ങളിലെ പാചകവാതക വിതരണം തുടങ്ങി നിരവധി മേഖലകളിൽ LNG വലിയ പ്രാധാന്യമുള്ളതാണ്. വർഷങ്ങളായി ഇന്ത്യയുടെ ഏറ്റവും വലിയ LNG വിതരണക്കാരനായിരുന്നു ഖത്തർ. ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്ന LNGയുടെ ഏകദേശം 40% ഖത്തറിൽ നിന്നായിരുന്നു. കാരണം ഖത്തറിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരങ്ങളിൽ ഒന്നുണ്ട്. കൂടാതെ ഇന്ത്യയും ഖത്തറും തമ്മിൽ ദീർഘകാല കരാറുകളും നിലവിലുണ്ട്. വിലയിലും സ്ഥിരതയിലും ഖത്തർ ഇന്ത്യക്ക് വിശ്വസനീയ പങ്കാളിയായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, പശ്ചിമേഷ്യയിലെ സംഘർഷം ശക്തമായതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ഖത്തറിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള LNG കപ്പലുകൾ സാധാരണയായി ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ഈ പാതയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർന്നതോടെ കപ്പൽ കമ്പനികൾ വലിയ ആശങ്ക പ്രകടിപ്പിച്ചു. ഇൻഷുറൻസ് ചെലവുകൾ ഉയർന്നു. ചില കപ്പലുകൾ യാത്ര മാറ്റിവെച്ചു. ചില ചരക്കുകൾ വൈകുകയും ചെയ്തു. ഇതോടെ ഖത്തറിൽ നിന്നുള്ള വിതരണത്തിന് വലിയ തിരിച്ചടിയായി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ മാർഗങ്ങളിൽ ഒന്നാണ് ഹോർമൂസ് കടലിടുക്ക്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന എണ്ണയും വാതകവും കൂടുതലും ഈ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായാലും ലോക വിപണിയിൽ വലിയ പ്രത്യാഘാതമുണ്ടാകും. ഇത് എണ്ണവിലയും വാതകവിലയും ഉയരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. സാഹചര്യം മനസ്സിലാക്കിയ ഇന്ത്യ ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് LNG വാങ്ങാൻ തീരുമാനിച്ചു. അമേരിക്ക, നൈജീരിയ, ഒമാൻ, അങ്കോള തുടങ്ങിയ രാജ്യങ്ങളുമായി ഇറക്കുമതി വർദ്ധിപ്പിച്ചു. ഇത് വിതരണത്തിലെ അപകട സാധ്യത കുറയ്ക്കാനുള്ള നടപടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. മെയ് മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഏകദേശം 2.19 ദശലക്ഷം ടൺ LNG വാങ്ങിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം 252% വർധനയാണിത്. ഇതോടെ ഇന്ത്യയുടെ പ്രധാന വിതരണക്കാരിൽ അമേരിക്ക ഒന്നാമതെത്തി. ഊർജ കയറ്റുമതിയിൽ അമേരിക്കയുടെ സ്വാധീനവും ഇതോടെ വർദ്ധിച്ചു. എടുത്തു പറയേണ്ടത് നൈജീരിയയുടെ മുന്നേറ്റമാണ്. 2ാം സ്ഥാനത്താണ് ഇന്ന് നൈജീരിയ. ഏകദേശം 1.31 ദശലക്ഷം ടൺ LNG ഇന്ത്യയിലേക്ക് എത്തിച്ചു. ആഫ്രിക്കയിലെ പ്രധാന വാതക ഉൽപാദന രാജ്യമായ നൈജീരിയയ്ക്ക് ഇന്ത്യയുടെ വിപണി കൂടുതൽ പ്രാധാന്യമാവുകയാണ്. ഒമാൻ നേടിയ വലിയ അവസരം 3ാം സ്ഥാനത്ത് ഒമാനാണ് എന്നതാണ്. ഏകദേശം 1.22 ദശലക്ഷം ടൺ LNG ഇന്ത്യ ഇറക്കുമതി ചെയ്തു. ഒമാനിൽ നിന്നുള്ള ഇറക്കുമതി 340% വരെ വർദ്ധിച്ചതായാണ് കണക്കുകൾ. ഇതിന് പ്രധാന കാരണം ഒമാന്റെ കയറ്റുമതി മാർഗങ്ങൾക്ക് നേരിട്ടുള്ള തടസ്സങ്ങൾ കുറവായിരുന്നു എന്നതാണ്. അതുകൊണ്ട് വിതരണത്തിൽ വലിയ തടസ്സമൊന്നും ഉണ്ടായില്ല. കൂടാതെ അങ്കോളയും ശ്രദ്ധേയമായി 4ാം സ്ഥാനത്ത് എത്തി. ഏകദേശം 8 ലക്ഷം ടൺ LNG ഇന്ത്യയിലേക്ക് എത്തിച്ചു. ഇന്ത്യ ഒരേ സമയം നിരവധി രാജ്യങ്ങളിൽ നിന്ന് വാതകം വാങ്ങുന്ന നയം സ്വീകരിച്ചതിന്റെ ഗുണമാണിത്. ഇന്ത്യയിലെ പെട്രോനെറ്റ് LNGയും ഖത്തർ എനർജിയും തമ്മിൽ ദീർഘകാല കരാർ നിലവിലുണ്ട്. 2008 മുതൽ 2048 വരെയാണ് കരാറിന്റെ കാലാവധി. അതുകൊണ്ട് നിലവിലെ പ്രതിസന്ധി അവസാനിച്ചാൽ ഖത്തർ വീണ്ടും ഇന്ത്യയുടെ പ്രധാന വിതരണക്കാരനാകുമെന്ന പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നു. ഭാവിയിൽ സമാന പ്രതിസന്ധികൾ ഒഴിവാക്കാൻ ഖത്തർ പുതിയ കയറ്റുമതി മാർഗങ്ങൾ പരിശോധിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. സൗദി അറേബ്യ വഴി പൈപ്പ് ലൈൻ സ്ഥാപിക്കാനുള്ള സാധ്യതയും ചർച്ചയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് യാഥാർത്ഥ്യമായാൽ ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സാധിക്കും. ഇതോടെ ഇന്ത്യ ഒരു പാഠം പഠിച്ചു. ഓരോ രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ വീണ്ടും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് LNG വാങ്ങുന്ന നയം കൂടുതൽ ശക്തമാക്കുന്നത്.
ഇത് ഭാവിയിലെ വിതരണ പ്രതിസന്ധികളെ നേരിടാൻ സഹായിക്കുമെന്നും ഉറപ്പുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പശ്ചിമേഷ്യയിലെ ഏത് സംഘർഷവും ലോക സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കും എന്നാണ്. എണ്ണവില ഉയരും, വാതകവില ഉയരും, ഗതാഗത ചെലവ് വർദ്ധിക്കും, വൈദ്യുതി ഉൽപാദന ചെലവും ഉയരാൻ സാധ്യതയുണ്ട്. അതിനാൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഊർജ്ജ സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയാണ് എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ഖത്തർ നേരിടുന്ന വെല്ലുവിളികൾ താൽക്കാലികമാണോ അതോ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമോ എന്നത് വരും മാസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അതേസമയം ഇന്ത്യ വിതരണ ഉറവിടങ്ങൾ വൈവിധ്യമാർന്നതാക്കുന്ന നയം സ്വീകരിച്ചതോടെ അമേരിക്ക, ഒമാൻ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ലഭിച്ചു. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ആഗോള ഊർജ്ജ വിപണിയിലും പുതിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം.